ഹലോ എവരി വൺ, വെൽക്കം ടു മൈ വീഡിയോ. തേർഡ് യൂണിറ്റിലെ തേർഡ് ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. താരെ ജമീൻ പർ എന്ന സിനിമയിലെ ഗാനമാണ് മേരി മാം. എഴുതിയത് പ്രസൂൺ ജോഷിയാണ്. ഈശാൻ അവസ്ഥ എന്ന കുട്ടിയെ മാതാപിതാക്കൾ ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കുന്നു. പഠിക്കാനും എഴുതാനൊക്കെ അവന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അമ്മയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന അവൻ്റെ ഭയവും അമ്മയോടുള്ള സ്നേഹവുമൊക്കെ മേരി മാം എന്ന ഗാനത്തിലൂടെ വ്യക്തമാകുന്നു. ഈ ഗാനം പലരും മനോഹരമായി പാടിയിട്ടുണ്ട്, എല്ലാവരും കേൾക്കണം. ഇനി നമുക്ക് ലെസണിലേക്ക് വരാം. മേ കബി ബതലാത്താ നഹീം. കുട്ടി പറയുകയാണ്, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. പർ അന്തേരെ സെ ഡർത്താ ഹൂ മേ മാം. ഇരുട്ടിനെ പേടിയാണെന്ന കാര്യം ഞാൻ ഒരിക്കലും അമ്മയോട് പറഞ്ഞിട്ടില്ല. യൂം തോ മേ ദിക്കലാത്താ നഹീം. ഞാൻ ഒരിക്കലും പുറത്ത് കാണിക്കാറില്ല. ദിക്കലാന എന്ന് പറഞ്ഞാൽ കാണിക്കുക. തേരി പർവാഹ് കർത്താ ഹൂ മേ മാം. അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ ഒരിക്കലും പുറത്ത് കാണിക്കാറില്ല. തുജെ സബ് ഹേ പത്താ ഹേന മാം. നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ അമ്മേ? തുജെ സബ് ഹേ പത്താ മേരി മാം. എൻ്റെ അമ്മയ്ക്ക് എല്ലാം അറിയാം. ഇരുട്ടിനോട് പേടിയാണെന്ന കാര്യം അമ്മയോട് ഒരിക്കലും കുട്ടി പറഞ്ഞിട്ടില്ല. കുട്ടി അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ ഇതൊരിക്കലും പുറത്ത് കാണിക്കാറില്ല. അമ്മയ്ക്ക് എല്ലാം അറിയാമെന്ന് അവന് വിശ്വാസമുണ്ട്. ബീഡ് മേ യൂം നാ ചോടോ മുജെ. ബീഡ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം അല്ലെങ്കിൽ തിരക്ക്. യൂം നാ ചോടോ മുജെ. എന്നെ ഉപേക്ഷിക്കരുതേ. ഗർ ലൗട്ട് കെ ബി ആ നാ പാവും മാം. വീട്ടിലേക്ക് മടങ്ങി വരാൻ എനിക്ക് കഴിയില്ല അമ്മേ. അമ്മേ, ഈ തിരക്കിൽ എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്ക് വീട്ടിലേക്ക് മടങ്ങി വരാൻ കഴിയില്ല. ബേജ് നാ ഇത്തനാ ദൂർ മുജിക്കോത്തു. ബേജ് നാ അയക്കരുത്. ഇത്തനാ ദൂർ മുജിക്കോത്തു. ഇത്രയും ദൂരത്തേക്ക് എന്നെ അയക്കരുത്. യാത് ബി തുജ്കോ ആ ന പാവും മാം. അമ്മയെക്കുറിച്ച് ഓർക്കാൻ പോലും കഴിയാത്ത അത്രയും ദൂരത്തേക്ക് എന്നെ അയക്കരുത് അമ്മേ. ക്യാ ഇത്തന ബുരാ ഹൂ മേ മാം. ഞാൻ ഇത്രയും ചീത്ത കുട്ടിയാണോ അമ്മേ? ക്യാ ഇത്തന ബുരാ മേരി മാം. അമ്മേ, എൻ്റെ അമ്മേ, ഞാൻ ഇത്രയും മോശമാണോ, ഇത്രയും ചീത്ത കുട്ടിയാണോ? ഇവിടെ തൻ്റെ ദുഃഖങ്ങളാണ് കുട്ടി പറയുന്നത്. അവൻ്റെ സ്നേഹവും അമ്മയോടുള്ള വിശ്വാസവും നിഷ്കളങ്കതയും ഒക്കെയാണ് ഈ വരികളിലൂടെ കാണിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായില്ലേ? കുട്ടി വീണ്ടും പറയുകയാണ്, ജബ് ബി കബി പാപ്പ മുജെ ജോ സോർ സെ ചൂല ചുലാത്തേ ഹേ മാം. എപ്പോഴൊക്കെയാണോ അച്ഛൻ എന്നെ ശക്തിയായി ഊഞ്ഞാലാട്ടുന്നത്, മേരി നസർ ഡൂണ്ടേ തുജെ. അപ്പോഴൊക്കെ എൻ്റെ കണ്ണുകൾ അമ്മയെ തെരഞ്ഞു നടക്കും. സോർ എന്ന് പറഞ്ഞാൽ ശക്തിയായി, ചൂല ചുലാത്തേ ഊഞ്ഞാലാട്ടുക. നസർ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി അല്ലെങ്കിൽ ഇവിടെ കണ്ണുകൾ. ടൂണ്ടേ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക. സോച്ചും യഹി തു ആ കെ ദാമേഗി മാം. ഞാനിങ്ങനെ ആലോചിക്കും, അമ്മ വന്ന് എന്നെ പിടിക്കുമെന്ന്. ദാമേഗി എന്ന് പറഞ്ഞാൽ പിടിക്കുക. ഉൻസേ മേ യേ കഹ്താ നഹീം. എന്നാൽ അച്ഛനോടിത് പറയാറില്ല. എനിക്ക് പേടിയാണെന്ന കാര്യം ഞാൻ അച്ഛനോട് പറയാറില്ല. പർ മേം സഹം ജാത്താഹും മാം. പക്ഷേ ഞാൻ നന്നായി പേടിക്കുന്നുണ്ടമ്മേ, പരിഭ്രമിക്കുന്നുണ്ടമ്മേ. സഹം എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുക. ചേഹരേപ്പേ ആനേ ദേത്താനഹീം. മുഖത്ത് ഞാനത് കാണിക്കാറില്ല. എനിക്ക് പേടിയുള്ള കാര്യം ഞാൻ ഊഞ്ഞാലാട്ടുമ്പോൾ ഞാനത് മുഖത്ത് കാണിക്കാറില്ല. ദിൽ ഹി ദിൽ മേ കബരാത്താഹും മാം. മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ നന്നായി പരിഭ്രമിക്കുന്നുണ്ടമ്മേ. ഖബരാന എന്ന് പറഞ്ഞാൽ പേടിക്കുന്നുണ്ട് എന്നൊക്കെ അർത്ഥം. തുജെ സബ് ഹേ പത്താ ഹേന മാം. തുജെ സബ് ഹേ പത്താ മേരി മാം. എൻ്റെ അമ്മയ്ക്കിത് എല്ലാം അറിയാം അല്ലേ അമ്മേ? എൻ്റെ അമ്മയ്ക്കിത് എല്ലാം അറിയാം. ഓ മേ കബി ബതലാത്താ നഹീ പർ അന്തേരെ സെ ഡർത്താ ഹൂ മേ മാം. ഞാൻ ഒരിക്കലും പറയാറില്ല ഇരുട്ടിനെ പേടിയാണെന്ന കാര്യം. അമ്മേ, ഇരുട്ടിനെ പേടിയാണെന്ന കാര്യം ഞാൻ ഒരിക്കലും പറയാറില്ല. യൂം തോ മേ ദിക്കലാത്താ നഹീം തേരി പർവാഹ് കർത്താ ഹൂ മേ മാം. ഞാൻ ഒരിക്കലും പുറത്ത് കാണിക്കാറില്ല. അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന കാര്യം ഞാൻ പുറത്ത് കാണിക്കാറില്ല. തുജെ സബ് ഹേ പത്താ ഹേന മാം. തുജെ സബ് ഹേ പത്താ മേരി മാം. എൻ്റെ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം അല്ലേ അമ്മേ? തുജെ സബ് ഹേ പത്താ മേരി മാം. എൻ്റെ അമ്മയ്ക്ക് ഇതെല്ലാം അറിയാം. അത് ഫസ്റ്റ് സ്റ്റാൻസ വീണ്ടും ആവർത്തിച്ചു പറയുകയാണ് കുട്ടി. ഇനി നമുക്ക് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ ഒന്ന് നോക്കാം. തുജെ സബ് ഹേ പത്താ ഹേന മാം. ഇസ് കഥൻ സെ ക്യാ വ്യക്ത് ഹോത്താ ഹേ. നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലേ അമ്മേ?
ഈ പ്രസ്താവനയിലൂടെ എന്താണ് വ്യക്തമാക്കുന്നത്? കഥൻ എന്ന് പറഞ്ഞാൽ പ്രസ്താവന. യഹാം ബേട്ട അന്ധേരെ സെ ഡർത്താ ഹെ. ഇവിടെ കുട്ടി ഇരുട്ടിനെ ഭയക്കുന്നു, പേടിക്കുന്നു. ലേക്കിൻ ഡർ കെ ബാരെ മേ കുച്ച് നഹി ബതാത്ത. എന്നാൽ ഈ പേടിയുള്ള കാര്യമൊന്നും അവൻ പറയുന്നില്ല. വഹ് അപ്പനി മാം കി പർവാഹ് കർത്താ ഹെ. അമ്മയെ അവൻ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. അവർ ഉസ്കെ ബാരെ മേ സോച്ച്താ രഹ്താ ഹെ. അവൻ അമ്മയെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വഹ് കഹ്താ ഹെ കി ഉസ്കി മാം ബേട്ടെ കെ ബാരെ മേ സബ് കുച്ച് ജാൻതി ഹെ. അവൻ പറയും അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സബ് കുച്ച് ജാൻതി ഹെ. യഹം അപ്പനി മാം കെ സാത്ത് ഉസ്കാ ഗഹരാ സംബന്ധ് വ്യക്ത് ഹോത്താ ഹെ. ഇവൻ്റെ അമ്മയുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ലൈൻസ് നിങ്ങൾ ഓർത്തിരിക്കണം. യഹം അപ്പനി മാം കെ സാത്ത് ഉസ്കാ ഗഹരാ സംബന്ധ് വ്യക്ത് ഹോത്താ ഹെ. ഡീപ്പായിട്ടുള്ളൊരു ബന്ധമാണ് അമ്മയും മകനും ഉള്ളത്. അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ബേജ് നാ ഇത്തന ദൂർ മുജ്കോ തൂ ബേട്ടാ ക്യോം ഐസ കഹ്താ ഹോഗ. എന്നെ ഇത്രയൊന്നും ദൂരത്തേക്ക് അയക്കല്ലേ അമ്മേ. എന്തുകൊണ്ടാണ് മകൻ അങ്ങനെ പറയുന്നത്? ബേട്ട മാം സെ ദൂർ രഹ്ന നെഹിൻ ചാഹത്ത. മകൻ അമ്മയിൽ നിന്നും ദൂരെ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവൻക്ക് അമ്മയുടെ അടുത്ത് തന്നെയാണ് ജീവിക്കാൻ ഇഷ്ടം. അവർ മാം കി പ്യാർ അവർ സുരക്ഷാ സെ രഹ്ന ചാഹത്ത. അമ്മയുടെ ഇഷ്ടത്തോടെയും സുരക്ഷയോടെയും ഒക്കെ ജീവിക്കാനാണ് അവന് ഇഷ്ടം. അതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയണത്. ഞാൻ ഇത്ര ചീത്ത കുട്ടിയായിട്ടാണോ എന്നെ അയക്കുന്നത്? അമ്മയുടെ ഓർമ്മ പോലും എത്താത്ത അത്രയും തിരക്കുള്ള സ്ഥലത്തേക്ക് എന്നെ എന്തിനാണ് അയക്കുന്നത് എന്നൊക്കെ കുട്ടി പറയാൻ കാരണം അവൻക്ക് അമ്മയെ വിട്ടിട്ട് ബോർഡിങ്ങിലൊന്നും പോയി പഠിക്കാനൊന്നും അവന് താല്പര്യമില്ല. മനസ്സിലായില്ലേ? ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ജോർ സെ ചൂല ചുലാത്തെ സമയ സഹം ജാനെ പർ ബി ബേട്ട പാപ്പാ സെ ക്യോം ശിക്കായത്ത് നഹിം കർത്താ ഹോഗ. ശക്തിയായി ഊഞ്ഞാലാടുന്ന സമയത്ത് പരിഭ്രമിച്ചിട്ടും മകൻ അച്ഛനോട് പരാതി പറയാതിരുന്നത് എന്തുകൊണ്ട്? ക്യോംകി ബേട്ട പാപ്പാ സെ ഡർത്താ ഹെ. മകൻ അച്ഛനെ പേടിക്കുന്നു. ഉസെ ഐസ ലഗ്താ ഹെ കി അഗർ വഹ് ശിക്കായത്ത് കരേഗാ തോ പാപ്പ ബുരാ മാനേഗ. പരാതി പറഞ്ഞ അച്ഛന് അത് മോശമായി തോന്നും. അവനൊരു മോശം കുട്ടിയാണെന്ന് തോന്നും എന്ന് കരുതിയാണ് അവൻ അച്ഛനോടൊന്നും പറയാതിരുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഓതറെ പരിചയപ്പെടാം. പ്രസൂൺ ജോഷി കാ ജന്മ 16 സിതംബർ 1968 को അൽമോഡ ഉത്തരാഖണ്ഡ് മേ ഹുവ. ഉത്തരാഖണ്ഡിലെ അൽമോഡയിൽ സെപ്റ്റംബർ 16, 1968 പ്രസൂൺ ജോഷി ജനിച്ചത്. വേ ഹിന്ദി കവി, ലേഖക്, പട്കഥാകാർ और ഫിൽമി ഗീതകാർ ഹെ. അദ്ദേഹം ഹിന്ദി കവി, ലേഖകൻ, തിരക്കഥാകൃത്ത്, സിനിമാ സംഗീതജ്ഞൻ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. വേ അന്താരാഷ്ട്രീയ വിജ്ഞാപൻ കമ്പനി മെക്കൈൻ ഇറിക്സൺ മേ കാര്യകാരി അധ്യക്ഷ ഹെ. അദ്ദേഹം അന്താരാഷ്ട്ര പരസ്യ കമ്പനിയായ മെക്കൈൻ ഇറിക്സൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാനാണ്. ഫിल्म താരെ ജമീൻ പർ കാ ഗാന മേരി മാം കെ ലിയെ ഉന്നെ രാഷ്ട്രീയ പുരസ്കാർ ബി പ്രാപ്ത് ഹുവാ ഹെ. അദ്ദേഹത്തിന് താരെ ജമീൻ പർ എന്ന സിനിമയിലെ മേരി മാം എന്ന പാട്ടിന് രാഷ്ട്രീയ പുരസ്കാരം, ദേശീയ പുരസ്കാരം ലഭിച്ചു. വേ പത്മശ്രീ ഉപാധി സെ സമ്മാനിതേ. അദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരത്താൽ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.